കലോത്സവം രുചിക്കൂട്ടുകളുടെ മേളം കൂടിയാണ്. ഇപ്പോൾ പുത്തരിക്കണ്ടത്തെ പ്രധാന വേദിയിൽ ഒരുക്കിയിട്ടുള്ള ഊട്ടുപുരയിൽ നിന്ന് മന്ത്രിമാരടക്കമുള്ളവർ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ ചേരുന്നുണ്ട്. ഇപ്പോൾ പഴയുടെ മോഹനൻ നമ്പൂതിരി തന്നെയാണ് മന്ത്രിമാർക്ക്, മന്ത്രി വി ശിവൻകുട്ടി, GR അനിൽ, ഒപ്പം തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ സെബാസ്റ്റ്യൻ, ഇപ്പോൾ ഇന്ന് കലോത്സവത്തിൻ്റെ ആദ്യ ദിനത്തിലെ ഉച്ചയൂണ് നടക്കുകയാണ്. ഇന്ന് എന്തൊക്കെയാണ് വിശിഷ്ട വിഭവങ്ങൾ പഴയുടെ മോഹനൻ നമ്പൂതിരി ഒരുക്കിയിട്ടുള്ളത്? സിജു, ഇവിടെ വേദികൾ സജീവമായതോടൊപ്പം തന്നെ ഈ ഭക്ഷണപ്പുരയും സജീവമായിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊപ്പം മന്ത്രിമാരായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ GR അനിലും അതുപോലെ തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്, അദ്ദേഹം എല്ലാം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവർക്ക് ഈ ഭക്ഷണം ഇവിടെ ഒരുക്കുന്ന പഴയുടെ മോഹനൻ നമ്പൂതിരി തന്നെ നേരിട്ട് വന്ന് ഭക്ഷണങ്ങളെക്കുറിച്ച് വിവരിക്കുകയും അതോടൊപ്പം തന്നെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സമയത്തു തന്നെ വേറൊരു പ്രധാനപ്പെട്ട ആളുകൾ കൂടി ഭക്ഷണം കഴിക്കുന്നത്, ഒന്ന് അത് വെള്ളാർമല സ്കൂളിലെ ഉണ്ണിമാഷും വെള്ളാർമല സ്കൂളിലെ കുട്ടികളുമാണ്. അവർ വേറൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടികൾക്കൊപ്പം ഇരുന്ന് ഈ മന്ത്രിമാരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഏതായാലും ഭക്ഷണ കലവറയും ഇവിടെ കൃത്യമായി തന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ ചുമതല വഹിക്കുന്നത് KSTA എന്ന് പറയുന്ന അധ്യാപക സംഘടനയാണ്. അവരുടെ നേതൃത്വത്തിൽ വളരെ ചിട്ടയോടുകൂടി തന്നെ ഈ ഭക്ഷണ പന്തലും കൈകാര്യം ചെയ്തു പോവുകയാണ്. സിജു. ശരി ജോസിൽ, ഏതായാലും മന്ത്രിമാരടക്കമുള്ളവർ, കുട്ടികളടക്കമുള്ളവർ ഉച്ചയൂണ് കഴിക്കട്ടെ. നല്ല ആഹാരമാണ് പഴയുടെ മോഹനൻ നമ്പൂതിരി ഒരുക്കിയിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത വിഭവങ്ങൾ പഴയുടെ മോഹനൻ നമ്പൂതിരി പായസം അടക്കമുള്ള വിഭവങ്ങൾ ഒരുക്കുകയും ചെയ്യും. ഒരുപക്ഷെ അധ്യാപകരടക്കം വിദ്യാർത്ഥികളടക്കം ആ ഭക്ഷണത്തിനു കൂടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്.